എബി, മറ്റു ചില കൊച്ചിയിലെ വാർത്തകളുടെ വിവരങ്ങൾ കൂടി എബിയിൽ നിന്ന് തേടേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, ഈ കളക്ടറേറ്റിൽ ഇന്നലെ 57 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിൽ ഫ്യൂസ് ഊരിയത് വലിയ വാർത്തയായിരുന്നല്ലോ. ഈ കടുത്ത ചൂടിൽ ജീവനക്കാരും അവിടെ എത്തുന്ന പൊതുജനങ്ങളും ഒക്കെ വേർത്ത് കുളിച്ചാണ് ഇന്നലെ എറണാകുളം കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇന്നെന്തെങ്കിലും ഒരു ആശ്വാസത്തിന്റെ കാറ്റ് വീശുമോ? ആശ്വാസത്തിന്റെ കാറ്റുകൾ വീശുന്നു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ രാവിലെ തന്നെ പറയാം. കാരണം വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ധാരണയായിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ ഒപ്പം തന്നെ KSEB തുടങ്ങിയ വിഭാഗങ്ങളെല്ലാമായിട്ട് നല്ല ചർച്ച നടത്തിയിരുന്നു. അതിൽ ആണ് ഈ മാർച്ച് 31-നകം തന്നെ ഈ കുടിശ്ശിക തുക മുഴുവൻ അടച്ചു തീർക്കാമെന്നുള്ള ധാരണ എത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് കളക്ടറേറ്റിലെ എല്ലാ ഓഫീസുകളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇന്നലെ രണ്ട് ഓഫീസുകൾ കുടിശ്ശിക തീർക്കുകയും അവരുടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. 13 ഓഫീസുകളാണ് ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. പക്ഷേ 13 ഓഫീസുകൾക്ക് മാത്രമല്ല ഈ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വന്നത്. അവിടെയുള്ള 30 ഓഫീസുകളും ഈ ഒരു ദുരന്തത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഓരോ ഓഫീസിനും പ്രത്യേകം മീറ്റർ എന്നുള്ള സംവിധാനം നിലവിൽ അവിടെ ഇല്ല. പഴയ വയറിംഗ് സംവിധാനങ്ങളൊക്കെയാണ്. അതൊക്കെയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കളക്ടറേറ്റ് ജീവനക്കാർ നിരവധിയായിട്ടുള്ള ഓഫീസുകളൊപ്പം അവിടെ ഡേ കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ പോലും ഇതിന്റെ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നിപ്പോൾ അവിടെ ആശ്വാസത്തിന്റെ ഒരു കാറ്റ് വീശുന്നു. ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിക്കാനുള്ള നടപടി എന്തായാലും ഇന്ന് അവിടെ ഉണ്ടാകും. വൈദ്യുതി ബന്ധം ഇന്ന് പുനഃസ്ഥാപിക്കും. കുടിശ്ശിക തുക അത് മാർച്ച് 31-നകം തന്നെ അടച്ചു തീർക്കാം എന്നുള്ള ധാരണ പുറത്താണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ലിബീഷ്.